നിങ്ങളുടെ വീക്കെൻഡ് അടിപൊളിയാക്കാനായിട്ട് 2 ദിവസം കൊണ്ടിട്ട് പീക്ക് ഡിസ്ട്രിക്റ്റിലെ എത്ര സ്ഥലങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും നമുക്ക് നമ്മുടെ എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും. ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ക്ലോസ്ട്രോഫോബിയ ഉള്ളവർക്കൊക്കെ കുറച്ചൊരു പേടി തോന്നും. ഹൊറർ മൂവീസിലൊക്കെ കാണിക്കുന്ന പോലത്തെ ഒരു ഞങ്ങൾ പിന്നെ അതിനൊന്നും പ്രിപ്പയർഡ് ആയിട്ടല്ല വന്നത്. ഞങ്ങൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചിരിക്കുക. എങ്ങോട്ടാ ഗൈസ് നമ്മൾ പോകുന്നത്? യെസ്, പീക്ക് ഡിസ്ട്രിക്ട്. അതായത് പീക്ക് ഡിസ്ട്രിക്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ UK-ലെ വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഗൈസ്. 2 ദിവസങ്ങളിലായിട്ടാണ് ഞങ്ങൾ പീക്ക് ഡിസ്ട്രിക്ട് എക്സ്പ്ലോർ ചെയ്തത്. ഫസ്റ്റ് ഞങ്ങൾ പോയത് ഹൈറ്റ്സ് ഓഫ് എബ്രഹാം, അതിനുശേഷം ചാറ്റ്സ്വർത്ത് ഹൗസ്, അതിനുശേഷം പാഡ്ലി ജോർജ്. ഇത്രയും സ്ഥലങ്ങളാണ് ഞങ്ങൾ ഫസ്റ്റ് ഡേ പോയത്. അപ്പൊ നിങ്ങളുടെ വീക്കെൻഡ് അടിപൊളിയാക്കാനായിട്ട് 2 ദിവസം കൊണ്ടിട്ട് പീക്ക് ഡിസ്ട്രിക്റ്റിലെ എത്ര സ്ഥലങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, അതിനൊക്കെ എത്രത്തോളം ചെലവ് നമുക്ക് വരും, ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാം എന്നുള്ള വിശേഷങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതേപോലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും നമുക്ക് നമ്മുടെ എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ പോയത് ഹൈറ്റ്സ് ഓഫ് എബ്രഹാമിലേക്കാണ്. ഇതാണ് ഹൈറ്റ്സ് ഓഫ് എബ്രഹാമിന്റെ എൻട്രൻസ്. ഏകദേശം 60 ഏക്കറോളം വരുന്ന ഒരു ഹിസ്റ്റോറിക് ഹിൽ ടോപ്പ് പാർക്കാണ് ഹൈറ്റ്സ് ഓഫ് എബ്രഹാം. ഇവിടുത്തെ ഈ കാണുന്ന ഈ ഒരു കേബിൾ കാർ ആണ് ഇവിടുത്തെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വൈകുന്നേരം 4 മണിക്ക് ശേഷമാണ് പോകുന്നതെങ്കിൽ 15 പൗണ്ട് മാത്രമാണ് ഒരാൾക്കാകുന്നത്. പക്ഷെ അതിന് മുമ്പ് പോയാൽ ഏകദേശം 23 പൗണ്ടിന് അടുപ്പിച്ച് ഒരാൾക്ക് എക്സ്പെൻസ് വരും ഈ കേബിൾ കാറിൽ കയറണമെങ്കിൽ. ഫൈനൽ ഡെസ്റ്റിനേഷൻ പടത്തിനകത്ത് എനിക്ക് ഓർമ്മ വരും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് കേബിൾ കാറിൽ നിന്ന്. പക്ഷെ പ്രത്യേകിച്ച് ഞാൻ പേടിച്ച് പറിച്ചിരുന്നാണ്, എനിക്കത് എൻജോയ് ചെയ്യാൻ കാര്യമായിട്ട് പറ്റിയില്ല. അങ്ങനെ കേബിൾ കാറിൽ കയറി നമ്മൾ മുകളിൽ എത്തുമ്പോൾ ഇവിടെ കുറേ വ്യൂസ് ഉണ്ട് നമുക്ക് കാണാനായിട്ട്. ഈ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നമുക്ക് കയറാൻ പറ്റും. ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു പാസേജ് ആണ് ഈ കാണുന്നത്. കണ്ടോ, ഇതുവഴി നമ്മൾ കയറണം. അതിനുള്ളിൽ ഭയങ്കര ഡാർക്ക്നെസ് ആണ്. എന്തായാലും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ പാസേജ് വഴി കയറുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്, എന്നാലും നമുക്ക് ക്ലോസ്ട്രോഫോബിയ ഉള്ളവർക്കൊക്കെ കുറച്ചൊരു പേടി തോന്നും. അതേപോലെ തന്നെ അതിൽ ക്യാമറയൊക്കെ ഉണ്ട്. മുകളിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി വരുമ്പോൾ അതിന് ശേഷം താഴെ നിന്നുള്ള ആൾക്കാർ കയറിയാൽ മതി. ഇതിവിടെ കാണുന്നൊരു മൈൻ ഷാഫ്റ്റ് ആണ് കേട്ടോ. ഇതിന്റെ ഹിസ്റ്ററി ഒക്കെ നമുക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കത് വായിച്ചു നോക്കാം. നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ തല ഇറങ്ങും സത്യം പറഞ്ഞാൽ. ഇതൊക്കെ കേബിൾ കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. ഒരുപാട് അതിമനോഹരമായ കാഴ്ചകളുണ്ട്. ഇതൊക്കെ കേബിൾ കാറിന്റെ മുകളിൽ നിന്നുള്ള വ്യൂസ് ആണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് ഷൂട്ട് ചെയ്തതാണ്. ഞാനവിടെ പേടിച്ച് വിറച്ചിരിക്കുകയായിരുന്നു ഗൈസ്. മുകളിൽ കുറേ നേരം ചെലവഴിച്ചതിന് ശേഷം നമ്മൾ കേബിൾ കാറിൽ തന്നെ തിരിച്ച് നമ്മൾ താഴേക്ക് എത്തും. അതേപോലെ തന്നെ കൊച്ചു കുട്ടികളെയും കൊണ്ട് നമുക്ക് കേബിൾ കാറിൽ യാത്ര ചെയ്യാം കേട്ടോ. അങ്ങനെ സംശയങ്ങൾ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ യാതൊരുവിധ സംശയവും വേണ്ട. കാരണം നമ്മുടെ ഫ്രണ്ടിന്റെ ചേച്ചിയുടെ കൊച്ച് 1 വയസ്സ് പോലും ആയിട്ടില്ല. കുഞ്ഞിനെയും കൊണ്ട് അവർ കേബിൾ കാറിൽ യാത്ര ചെയ്തിരുന്നു. അതുകൊണ്ടിട്ട് കുട്ടികളെയും കൊണ്ടും ഒക്കെ ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ഒരു ഹൈറ്റ്സ് ഓഫ് എബ്രഹാം എന്ന് പറയുന്നത്. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും അവിടെ ഉണ്ട്. ഒരു 3 പൗണ്ടോ എങ്ങാണ്ട് ആകുന്നത് നമുക്കൊരു 2 മണിക്കൂറിനേക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ഹൈറ്റ്സ് ഓഫ് എബ്രഹാമിലെ അതിമനോഹരമായ വ്യൂസ് ഒക്കെ എൻജോയ് ചെയ്തതിനു ശേഷം, ഞാൻ എൻജോയ് എന്ന് പറയാൻ പറ്റില്ല എന്നാലും, അതിനുശേഷം ഞങ്ങൾ നേരെ പോകുന്നത് ചാറ്റ്സ്വർത്ത് ഹൗസിലേക്കാണ്. ഇവിടെ ഏകദേശം 1/4 മണിക്കൂറാണ് അങ്ങോട്ടേക്കുള്ളത്. ഇപ്പം ഞങ്ങൾ ചാറ്റ്സ്വർത്ത് ഹൗസ് എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഞാൻ വീഡിയോയിൽ കാണിച്ചത്, എങ്കിലും ആ സ്ഥലത്തിൻ്റെ ഭംഗി നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. അത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമാണ്.
അപ്പോൾ പീക്ക് ഡിസ്ട്രിക്റ്റിലെ ഡെർബിഷെയർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചാർട്സ്വർത്ത് ഹൗസ് ഉള്ളത്. ഇതൊരു ഹിസ്റ്റോറിക് ബിൽഡിംഗ് ആണ്. ഇതിന്റെ ഹിസ്റ്ററി നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. ഒരുപാട് ഹിന്ദി സിനിമകളുടെ ലൊക്കേഷനാണ് ഈ ഒരു ഹൗസ് എന്ന് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആണ് ഈ ഹൗസിന്റെ ഉള്ളിൽ. അത് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല, നമ്മൾ ടിക്കറ്റ് എടുത്തില്ലായിരുന്നു. നമ്മൾ പുറത്തിരുന്നു, ജസ്റ്റ് അവിടെ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് ഈ ഭംഗിയുള്ള അതിന്റെ ആ ഒരു ഇതിന്റെ സൈഡിലായിട്ടുള്ളൊരു ലേക്ക് ഉണ്ട്. ഇതായി കാണുന്ന ലേക്ക് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. നമുക്ക് നല്ലൊരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്, ഫ്രീ ആണ്, നമുക്ക് യൂസ് ചെയ്യാം ടോയ്ലറ്റ്. ഇതാണ് അതിൻ്റെ സൈഡിലുള്ള അതിമനോഹരമായ ഒരു ലേക്ക്. അങ്ങനെ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഫുഡ് ഞങ്ങൾ കുക്ക് ചെയ്ത് കൊണ്ടുവന്നു. അപ്പം നമുക്ക് എക്സ്പെൻസും കുറയ്ക്കാം. അതേപോലെ തന്നെ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു ഗാർഡനിലിരുന്ന് ഫുഡ് കഴിക്കുമ്പം നമുക്കുള്ള കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, അതൊരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. അങ്ങനെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് പാഡ്ലി ജോർജ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അതൊരു എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഏരിയ തന്നെയാണ്. ഒരു ചെറിയൊരു ഹൈക്കിങ്ങും, വളരെ ചെറിയൊരു ഹൈക്കിംഗ് എക്സ്പീരിയൻസ് കിട്ടും. കാട്ടിനുള്ളിൽ കൂടെ കുറച്ച് നടക്കാനുണ്ട്. ഞങ്ങളുടെ കൂടെ വന്നവർക്ക് നടക്കാൻ കുറച്ച് മടിയായത് കാരണം കുറച്ച് പേരൊക്കെ കാറിൽ തന്നെ ഇരുന്നു. ബാക്കിയുള്ളവരെല്ലാം മല കയറാൻ റെഡി ആയിരുന്നു. അപ്പൊ നമ്മള് പാഡ്ലി ജോർജിലെ ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടുന്ന് കുറെ അങ്ങോട്ടേക്ക് മുകളിലേക്ക് നടക്കാനുണ്ട്. ഞങ്ങളെല്ലാരും കുറച്ചുപേര് നടക്കാൻ മടിയായത് കൊണ്ടിട്ട് കുറച്ചുപേര് തിരിച്ചു പോയി. പക്ഷേ ഞങ്ങളെല്ലാവരും നടക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായത് കാരണം അല്ലേ ഏഞ്ചലെ? ഏഞ്ചലാണ് ഈ വീഡിയോ പിടിക്കുന്നത്. ഈ ഫോറസ്റ്റ് നല്ല രസമുണ്ട് നടക്കാനായിട്ട്. അപ്പം ഇവിടെ അതിന്റെ മുകളിൽ എന്താണെന്ന് അറിയില്ല, ഞങ്ങൾ ജസ്റ്റ് പോയി നോക്കാം. ഒരു ഹൊറർ മൂവീസിലൊക്കെ കാണിക്കുന്ന പോലത്തെ ഒരു വഴികളിലൂടെ ഒക്കെ ഞങ്ങളിങ്ങനെ നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. ഏഞ്ചലിനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രേതമുണ്ടെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച്. ഏഞ്ചലിന് ചെറിയ പേടിയുണ്ട്. അയ്യോ, ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പാഡ്ലി ജോർജ് എന്ന് പറഞ്ഞ സ്ഥലം ഇഷ്ടപ്പെടും. അതിൽ ഈ കാടിനുള്ളിൽ നല്ല അരുവിയുണ്ട്, ഭയങ്കര തണുപ്പാണ് ആ വെള്ളത്തിന്. ഇവരൊക്കെ ഇടയ്ക്ക് ഇറങ്ങി തലയൊക്കെ അതിൽ മുക്കി. ഇത് കണ്ടോ, സൂക്ഷിച്ചിറങ്ങണം. അവിടെ തെന്നും നമ്മുടെ ചെരുപ്പൊക്കെ നമ്മൾ സൂക്ഷിച്ച് വേണം, നല്ല നല്ല ഗ്രിപ്പുള്ള ചെരുപ്പൊക്കെ യൂസ് ചെയ്യുക നമ്മൾ അവിടെ പോകുമ്പം. ഒരുപാട് പേര് അവിടെ വന്ന് അരുവിയിൽ ഇറങ്ങി കുളിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അതിനൊന്നും പ്രിപ്പയർഡ് ആയിട്ടല്ല വന്നത്. ഞങ്ങൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം തിരിച്ചു പോയി. നല്ല ഭംഗിയായിരുന്നു, നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. അവിടെ ഒരു കൊച്ചു നിൽക്കുന്നുണ്ടോ, ആ കൊച്ചു ആ കമ്പൊക്കെ കുത്തിപ്പിടിച്ച് അതുവഴി ആ അരുവി കൂടെ മൊത്തം നടക്കുമായിരുന്നു കൊച്ചു. അതിൻ്റെ കൂടെ പേരൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ എന്നിട്ട് അവരതിലൊക്കെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളി, ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു പാഡ്ലി ജോർജിൽ. ഇവിടെ കൊച്ചുകുട്ടികളെയും കൊണ്ടൊന്നും വരാൻ പറ്റില്ല, പക്ഷേ അല്ലാതെ നിങ്ങൾക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമാണ്. ഇതിന്റെ മുകളിൽ കുറെ ഹൈക്ക് ചെയ്ത് പോകാനുണ്ട്, പക്ഷെ ഞങ്ങൾ അധികം മുകളിലേക്ക് കയറിയില്ല, അതിനുള്ള ടൈം ഞങ്ങൾക്ക് ഇല്ലാഞ്ഞു കൊണ്ടിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു 2 ദിവസം കൊണ്ടിട്ട് മാക്സിമം എന്തോരം സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളൊരു പ്ലാനിൽ വന്നതാണ്. ഈ ഒരു പാഡ്ലി ജോർജിൽ സത്യം പറഞ്ഞാൽ നമുക്കൊരു ഹാഫ് ഡേ എങ്കിലും സ്പെൻഡ് ചെയ്യാനുള്ളതായിട്ടുണ്ട്, ഹൈക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് കേട്ടോ. അപ്പം മുകളിലേക്ക് പിന്നെ എന്താണ് നമ്മൾ നോക്കിയില്ല. താഴെ എന്ന് വെച്ചാൽ ഇത് മുകളിലെ പോർഷൻ തന്നെയാണ്, എന്നാലും അത്യാവശ്യം പിന്നെ അങ്ങോട്ട് മുകളിലേക്ക് പോകാതെ ഇവിടെ കുറച്ച് എൻജോയ് ചെയ്തതിനു ശേഷം ഞങ്ങൾ നേരെ ഞങ്ങളുടെ താമസ സ്ഥലത്തേക്ക് വന്നു. അപ്പം ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് ഡേ ഈ ഒരു 3 സ്ഥലമാണ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തത്. അതിനുശേഷം ഇതാണ് ഞങ്ങളുടെ സ്റ്റേ. ഇത് ഷെഫീൽഡിനടുത്ത് തന്നെയാണ് നമ്മൾ സ്റ്റേ എടുത്തത്. ഒരു 2 ബെഡ്റൂം ഹൗസാണ് നമ്മൾ എടുത്തത്. 2 ടോയ്ലറ്റ്സ്, ഒരു കിച്ചൺ, ഹോള് ഒക്കെ ഉണ്ട്. ഒരു 7-8 പേർക്ക് സുഖമായി താമസിക്കാൻ പറ്റിയ ഒരു, നമുക്ക് ഷെയർ ഇടുമ്പോൾ നമുക്ക് അധികം എക്സ്പെൻസും വരത്തില്ല. ഫുഡും ഞങ്ങൾ കുക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ചിക്കനൊക്കെ ഞങ്ങൾ മസാലയൊക്കെ തേച്ച് കൊണ്ടുവന്നു. അപ്പം ഞങ്ങൾ ഇവിടെ ഇട്ട് ഗ്രില്ല് ചെയ്തെടുത്തു. ഇതതിൻ്റെ ബാക്കിലുള്ള ഒരു ബാക്ക് യാർഡാണ്. ഇതാണ് ഞങ്ങളുടെ അക്കോമഡേഷൻ. ഇത് കിച്ചണിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. നല്ല അക്കോമഡേഷൻ ആയിരുന്നു. ഇതിൽ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് ഹൈജീൻ. അത്ര അടിപൊളിയായിട്ടുള്ള ഹൈജീനിക് ആയിട്ടുള്ള ഒരു അക്കോമഡേഷൻ ഉണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഹൈജീൻ മസ്റ്റ് ആണ്. അതുകൊണ്ടിട്ട് അങ്ങനെയുള്ളവർക്ക് നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ നോ കോംപ്രമൈസ്. എല്ലാം നല്ല വൃത്തിയുള്ള റൂമുകളും വൃത്തിയുള്ള ടോയ്ലറ്റുകളും കിച്ചണും എല്ലാം നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു. ചേച്ചി സ്റ്റേ എങ്ങനെ ഉണ്ടായിരുന്നു? കേട്ടാ, അടിപൊളിയായിരുന്നു. സ്റ്റേ എങ്ങനെ ഉണ്ടായിരുന്നു? ടാൻസൻ ചാക്കോ, ഞങ്ങളുടെ ടൂർ കോർഡിനേറ്റർ, ഇങ്ങോട്ട് നോക്കൂ എന്റെ വ്യൂവേഴ്സ് ഒന്ന് കണ്ടു. ഞങ്ങളുടെ ടൂർ കോർഡിനേറ്റർ ടാൻസൻ ചാക്കോ, ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ടാൻസൻ ചാക്കോ. ഇത്രയും വെൽ പ്ലാൻഡ് ആയിട്ട് ടൂർ ഓർഗനൈസ് ചെയ്ത ടാൻസൻ ചാക്കോയ്ക്ക്, ടാൻസൻ എന്നെ പോയിട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല, വേണമെങ്കിൽ കുറച്ച് പൊക്കി പറഞ്ഞോളാം. അപ്പൊ ഇവിടെയാണ് ചേച്ചി, വീടൊന്ന് കാണിച്ചു കൊടുക്കൂ.
ഇപ്പൊ താഴെ പോയനെ. ഗൈസ് ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. അപ്പൊ നിങ്ങൾ പീക്ക് ഡിസ്ട്രിക്റ്റിൽ പോകുമ്പോൾ നിങ്ങൾ ഇതുപോലെ കൃത്യമായി പ്ലാൻ ചെയ്ത് പോവുക. ആദ്യം ഓരോ സ്ഥലങ്ങൾ നോക്കുക, അത് ആ സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസ് നോക്കുക. അങ്ങനെ നിങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് വേണം പോകാനായിട്ട്. ഇതിപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഡേ ഞങ്ങൾ ഉച്ച കഴിഞ്ഞാണ് ഓരോ സ്ഥലങ്ങളും പോയത്. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയേനെ സത്യം പറഞ്ഞാൽ. പിന്നെ ചാറ്റ്സ്വർത്ത് ഹൗസിൽ ടോയ്ലറ്റ് ഫെസിലിറ്റി ഫ്രീ ആണ് കേട്ടോ. അവിടെ പാർക്കിങ്ങും ഫ്രീ ആണ്. ഹൈറ്റ്സ് ഓഫ് എബ്രഹാമിൽ പേ ചെയ്യണം. പിന്നെ പാഡ്ലി ജോർജിൽ നിങ്ങൾ ശനിയാഴ്ച പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കഫേ ഉണ്ട് അതിനടുത്ത്. ആ കഫേയിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാം. ആ കഫേ ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് പാർക്കിംഗ് ഫീ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും. സെക്കൻഡ് പാർട്ടാണ് മോസ്റ്റ് എക്സൈറ്റിംഗ്. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ പോയ സ്ഥലങ്ങൾ ഒരു രക്ഷയില്ലായിരുന്നു ഗൈസ്. കിടിലമായിരുന്നു. കിടിലെന്ന് പറഞ്ഞാൽ കിടിലമായിരുന്നു. അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ടിന് ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.